ടാക്സ് അപ്ഡേറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. GSTയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റായ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി GTA കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. നമുക്കറിയാം, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അത് ടാക്സബിൾ ആണോ എക്സംപ്റ്റഡ് ആണോ എപ്പോഴും നമുക്ക് സംശയം ഉളവാക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഒരു പരിധിവരെ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഈ ക്ലാസ് ഉപകരിക്കുന്ന പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. GTA Goods Transport Agencies covered under this video. ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് വാട്ട് ഈസ് GTA, അതിൻ്റെ മീനിങ്, കൺസൈൻമെൻറ്റ് നോട്ട്, എക്സംപ്റ്റ് ഫ്രം GST, ലയബിൾ ടു പേ GST, റേറ്റ് ഓഫ് ടാക്സ്, RCM, registration under GST, place of supply, time of supply, accounts and applicability in GST sites. ഈ ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് തന്നെ അതിൻ്റെ മീനിങ്. GTയുടെ മീനിങ് എന്താണ്? നോട്ടിഫിക്കേഷൻ നമ്പർ 12/2017 ഡേറ്റഡ് 28/6/2017 പ്രകാരം Goods Transport Agency means any person who provides service in relation to transport of goods by road and issue consignment notes by whatever name called. GTയുടെ മീനിങ്ങിൽ വരുന്നത് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി, അതിൽ സർവീസ് ഇൻ റിലേഷൻ ടു ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്, ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സിൻ്റെ ഭാഗമായി വരുന്ന ഓക്സിലറി സർവീസുകളും, ഒപ്പം ഇഷ്യൂ എ കൺസൈൻമെൻറ്റ് നോട്ട്, ഒരു കൺസൈൻമെൻറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് GTA എന്ന ഡെഫിനിഷൻ വരുന്നത്. ഇൻ റിലേഷൻ ടു, GTയുടെ മീനിങ്ങിൽ നമ്മൾ രണ്ട് പദങ്ങളാണ് പ്രധാനമായിട്ട് നോട്ട് ചെയ്യുന്നത്. ഇൻ റിലേഷൻ ടു, രണ്ടാമത് കൺസൈൻമെൻറ്റ് നോട്ട്. എന്താണ് ഇൻ റിലേഷൻ ടു? സിഗ്നിഫിക്കൻസ് ഓഫ് ദി ടേം ഇൻ റിലേഷൻ ടു in the definition of GTA, the use of the phrase in relation to has extended the scope of the definition of GTA. It includes not only the actual transportation of goods, or transportation of goods മാത്രമല്ല, but intermediate ancillary services provided in relation to such transportation, loading and unloading, packing, unpacking, transshipment, temporary warehousing. They are also covered under GTA. GTA എന്നതിൻ്റെ ഡെഫിനിഷനിൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് മാത്രമല്ല, അതിനോടനുബന്ധമായ സർവീസുകളായ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്, പാക്കിംഗ് ആൻഡ് പാക്കിംഗ്, ട്രാൻസ്ഷിപ്മെൻറ്റ്, ടെമ്പററി വെയർഹൗസിംഗ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് GTA. രണ്ടാമത് നമ്മൾ പറഞ്ഞതാണ് കൺസൈൻമെൻറ്റ് നോട്ട്സ്. എന്താണ് കൺസൈൻമെൻറ്റ് നോട്ട്സ് എന്ന് വെച്ചാൽ? ഇസ് നെയ്തർ ഡിഫൈൻഡ് ഇൻ ദ ആക്ട് നോർ ഇൻ ദ നോട്ടിഫിക്കേഷൻ നമ്പർ 12/2017. GST ആക്ടിലോ നോട്ടിഫിക്കേഷൻ നമ്പർ 12/2017 കൺസൈൻമെൻറ്റ് നോട്ടിന് ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടില്ല. ഇത് ഈ കൺസൈൻമെൻറ്റ് നോട്ടിൻ്റെ ഡെഫിനേഷൻ വന്നിരിക്കുന്നത് സർവീസ് ടാക്സ് റൂൾ 1994 നിന്നാണ് ഇതിൻ്റെ ഡെഫിനേഷൻ വന്നിരിക്കുന്നത്. അതുപ്രകാരം ദ ടേംസ് ഓഫ് ദി സെഡ് റൂൾ, കൺസൈൻമെൻറ്റ് നോട്ട് മീൻസ് എ ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ബൈ എ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി അഗെയിൻസ്റ്റ് ദ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് for the purpose of transport of goods by road in a goods carriage. ഒരു ട്രാൻസ്പോർട്ട് ഏജൻസി ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുമ്പോൾ കൊടുക്കുന്ന ഡോക്യുമെൻ്റാണ് കൺസൈൻമെൻറ്റ് നോട്ട്. ഈ കൺസൈൻമെൻറ്റ് നോട്ടിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ, അത് സീരിയലി നമ്പേർഡ് ആയിരിക്കണം, കണ്ടെയ്ൻ ദ നെയിം ഓഫ് ദി കൺസൈനർ ആൻഡ് കൺസൈനി, രജിസ്ട്രേഷൻ നമ്പർ, detail of goods, detail of place of origin and destination, person liable to pay tax, whether consignor or consignee or GTA. ഇതെല്ലാം അതിൽ ആ കൺസൈൻമെൻറ്റ് നോട്ടിൽ ഉണ്ടായിരിക്കണം. നോക്കാം, നമുക്കൊരു കൺസൈൻമെൻറ്റ് നോട്ട്, ഒരു സാമ്പിൾ നമുക്ക് നോക്കാം. സ്റ്റാർട്ടക് ലോജിസ്റ്റിക്സ് പ്രൈവറ്റ് ഇവിടുന്ന് ഒരു ലോജിസ്റ്റിക് കമ്പനിയുടെ ഒരു കൺസൈൻമെൻറ്റ് നോട്ടാണ്. അതിൽ സെൻഡർ, അതിൻ്റെ ഡെലിവറി അഡ്രസ്സ്, ബുക്കിംഗ് ഡേറ്റ്, ആക്ച്വൽ വെയിറ്റ്, ഒറിജിൻ, ഡെസ്റ്റിനേഷൻ, ഇതെല്ലാം അടങ്ങിയതാണ് ഒരു കൺസൈൻമെൻറ്റ്. ഇങ്ങനെ
കൊടുക്കുമ്പോൾ മാത്രമാണ് അതൊരു GTA-യുടെ ഡെഫിനിഷൻ വരുന്നത്. GTA സർവീസസ് സ്പെസിഫിക്കലി എക്സംപ്റ്റ്. GTA-യിൽ ഏതെല്ലാം സർവീസുകളാണ് എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നത്? ടേംസ് ഓഫ് നോട്ടിഫിക്കേഷൻ നമ്പർ 12/2017 നോട്ടിഫിക്കേഷൻ 12/2017 എക്സംപ്റ്റഡ് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിരിക്കുന്നത്. അതുപ്രകാരം അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് സിംഗിൾ കാരേജ് ഡസ് നോട്ട് എക്സീഡ് ദ 1,500 rupees. A single consignee does not exceed rupees 750. Milk, salt and food grains, newspaper or magazines, relief materials, defense or military equipments. ഇവയെല്ലാം തന്നെ GTA-യുടെ പരിധിക്ക് പുറത്താണ്. ഒരു ട്രാൻസ്പോർട്ട് ഏജൻസി കൊണ്ടുപോയാലും ഇതൊന്നും GST-യിൽ വരുന്നില്ല. GST ഒന്ന് എക്സംപ്റ്റ് ചെയ്തിരിക്കുന്ന സർവീസുകളാണ്. ട്രാൻസ്പോർട്ടേഷൻ എക്സംപ്റ്റ് ഫ്രം GST നോട്ടിഫിക്കേഷൻ 12/2017 എക്സംപ്ഷൻ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ട്രക്ക് ടെമ്പോ ഓപ്പറേറ്റേഴ്സ് ഹു ഡു നോട്ട് ഇഷ്യൂ എനി കൺസൈൻമെൻറ്റ് നോട്ട് ആർ നോട്ട് കവേർഡ് വിതിൻ ദ മീനിങ് ഓഫ് ദ ടേം GTA വിച്ച് ഈസ് എക്സംപ്റ്റ് ഫ്രം GST. ഒരു ഇൻഡിവിജ്വൽ ട്രക്ക് അവർ ഒരു ഗുഡ്സ് കൊണ്ടുപോവുകയാണെങ്കിൽ അവർ കൺസൈൻമെൻറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നില്ല എങ്കിൽ അത് GTA എന്ന ഡെഫിനിഷനിൽ വരുന്നില്ല. അത് എക്സംപ്റ്റ് ഫ്രം GST ആണ്. നോട്ടിഫിക്കേഷൻ നമ്പർ 12/2017 ഹെഡിങ്സ് 9965 പ്രകാരം പറയുന്നത് സർവീസ് ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ബൈ റോഡ് എക്സെപ്റ്റ്. സർവീസ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സിൽ എക്സെപ്റ്റ് ഒഴികെയാണ് ഏതൊക്കെ? GTA, കൊറിയർ ഏജൻസി, ബൈ ഇൻലാൻഡ് വാട്ടർവേസ്. ഇവ ഒഴികെയുള്ള എല്ലാവിധ ട്രാൻസ്പോർട്ടേഷനും GST-യിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. എക്സംപ്ഷൻ പറഞ്ഞ രണ്ട് ഇതുകളാണ്. ഒരു 1,500, 750 നോർമൽ സംശയം ഉള്ള ഒരു ഇതായതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ അതിലേക്ക് കിടക്കുന്നത്. ഗുഡ്സ് വെയർ കൺസിഡറേഷൻ ചാർജർ ഓഫ് ദി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് എ കൺസൈൻമെൻറ്റ് ട്രാൻസ്പോർട്ടഡ് ഇൻ സിംഗിൾ കാരേജ്. 2, 3, 4 ഷിപ്മെൻറ്റുകൾ അതിൻ്റെ എല്ലാവരും കൂടി വരുന്ന ഇത് 1,500 താഴെയാണെങ്കിൽ അത് GST-ക്ക് എക്സംപ്റ്റഡ് ആണ്. ഒരു സിംഗിൾ ഒരു ഷിപ്മെൻറ്റ് 750 താഴെയാണെങ്കിലും GST-യുടെ പരിധിക്ക് പുറത്താണ്. പേഴ്സൺ ലയബിൾ ടു പേ GST ഓൺ GTA സർവീസസ്. ഒരു GTA-യിൽ GST അടയ്ക്കാൻ ബാധ്യതയുള്ളത് ആർക്കെല്ലാമാണ്? എ ഫാക്ടറി, എ സൊസൈറ്റി, എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, എ പേഴ്സൺ രജിസ്റ്റേർഡ് അണ്ടർ GST, ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ, എ ബോഡി കോർപ്പറേറ്റ്, പാർട്ട്ണർഷിപ്പ് ഫേം, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. നോർമൽ എല്ലാവരും തന്നെ GST-യിൽ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അൺരജിസ്റ്റേർഡ് ഡീലർ ഒഴികെ എല്ലാവരും തന്നെ GST-യിൽ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. ആപ്ലിക്കബിൾ GST റേറ്റ്. GST-യുടെ റേറ്റ് എങ്ങനെയാണ്? GTA സർവീസ് അട്രാക്ട് എ GST റേറ്റ് ഓഫ് either 5% or 12%. 5% അല്ലെങ്കിൽ 12% നോർമൽ GTA-യിൽ GST-യുടെ റേറ്റ്. 5% വരുമ്പോൾ 2.5% ഇൻ CGST ആൻഡ് 2.5% ഓഫ് SGST. 12%-ൽ 6% CGST ആൻഡ് 6% SGST. The rate of 5% is subject to the condition that service providers have not taken input credit. 5% സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന GTA-ക്ക് അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് അർഹതയില്ല. 12% അവർക്ക് ഇൻപുട്ട് ടാക്സ് എടുക്കാം. അതിലൊരു ഇതാണ് 5% വിത്തൗട്ട് ITC റെസിപ്പിയൻസ് ടു പേ GST. 12% വിത്ത് ITC GTA ടു പേ GST. ഇങ്ങനെ 2 പെർസെൻറ്റേജുകളാണ് GTA-യിൽ ഉള്ളത്. ലെവി ഓഫ് GST. ലെവി നമുക്കറിയാം CGST ആക്ടിൽ സെക്ഷൻ 9 ലെവി പറയുന്നത്. ഒരു GTA-യിൽ RCM പ്രകാരം നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫോർവേഡ് ചാർജ് ആണെങ്കിലും അത് ലെവി ചെയ്യാൻ ബാധ്യസ്ഥരാണ്. RCM പ്രകാരമാണ് ഫ്രൈറ്റ് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ആണ് പൈസ അടയ്ക്കുന്നതെങ്കിൽ നമ്മൾ GST അടയ്ക്കുന്നതെങ്കിൽ 9(3) ആപ്ലിക്കബിലിറ്റി ആയിട്ട് വരിക. ഓപ്ഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ GST അറ്റ് 5% അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം സർവീസ് പ്രൊവൈഡർ വോണ്ട് ബി ഏബിൾ ടു ടേക്ക് ITC. നമ്മൾ നേരത്തെ പറഞ്ഞു
5% റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരമാണ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ITC എടുക്കാനായിട്ട് അർഹതയില്ല. റെസിപ്പിയൻ്റ് ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഇങ്ങനെ അടയ്ക്കുന്ന ടാക്സ് അദ്ദേഹത്തിന് അതത് മാസങ്ങളിലോ പിന്നീട് വരുന്ന മാസങ്ങളിലോ അത് റിവേഴ്സായിട്ട് എടുക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ നമ്പർ 13/2017 പ്രകാരം. മറ്റൊന്നുള്ളത് ഇപ്പോൾ 5% തന്നെ വേണമെങ്കിൽ GTക്ക് ഓപ്റ്റ് ചെയ്യാം ഫോർവേഡ് ചാർജസിൽ. അപ്പോൾ GT തന്നെയാണ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. പക്ഷേ അപ്പോഴും അവർക്ക് ITC എടുക്കാൻ അർഹതയില്ല. 12% ആണെങ്കിൽ ഫോർവേഡ് ചാർജ് പ്രകാരം അടയ്ക്കുകയാണെങ്കിൽ അവർക്ക് അതിനോടനുബന്ധിച്ചുള്ള സർവീസുകൾക്കോ മറ്റനുബന്ധമായിട്ട് വരുന്ന ഇൻപുട്ടുകൾ അവർക്ക് ക്ലെയിം ചെയ്തിട്ട് ബാക്കിയുള്ള പൈസ അടച്ചാൽ മതിയാവും. അപ്പോൾ ഇൻപുട്ട് ക്രെഡിറ്റ് അവർക്ക് അവൈൽ ചെയ്യണമെങ്കിൽ 12% ഫോർവേഡ് ചാർജിൽ അടയ്ക്കുന്ന GTക്ക് മാത്രമാണ് ഇൻപുട്ടിന് അർഹതയുള്ളൂ. സർവീസ് പ്രൊവൈഡ് ബൈ എ GTA. ഒരു GTA ഏതെല്ലാം സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് മാത്രമല്ല, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്, പാക്കിംഗ് ആൻഡ് അൺപാക്കിംഗ്, ട്രാൻസ്ഷിപ്മെൻറ്റ്, ടെമ്പററി വെയർഹൗസിംഗ്, ഇതെല്ലാം തന്നെ GTA പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളാണ്. രജിസ്ട്രേഷൻ ഓഫ് എ GTA. ഒരു GTAക്ക് രജിസ്ട്രേഷൻ കമ്പൾസറി ആണോ എന്നാണ് ചോദ്യം. ആസ് പെർ സെക്ഷൻ 22(1) CGST ആക്ടിൽ എവറി സപ്ലയർ ഷാൽ ബി ലയബിൾ ടു ഗെറ്റ് രജിസ്ട്രേഷൻ അണ്ടർ GST ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഇഫ് ഹി അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇൻ എ ഫിനാൻഷ്യൽ ഇയർ എക്സീഡ് 20 lakh ഇൻ കേസ് ഓഫ് സർവീസ്. സർവീസിൽ 20 ലക്ഷത്തിൽ കൂടുകയാണ് എങ്കിൽ, അവർ അഗ്രിഗേറ്റ് ടേൺ ഓവർ 20 ലക്ഷത്തിൽ കൂടുകയാണെങ്കിൽ അവർ രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് GTAക്കും ബാധ്യതമാണ്. ദിസ് മീൻസ് the moment of aggregate turnover of GTA exceed 20 lakhs, he is required to get registration under GST is mandatory. ഒരു എക്സംഷൻ അവർ കൊടുത്തിരിക്കുന്നുണ്ട് 5/2017 പ്രകാരം. ഈസ് നോട്ട് റിക്വയർഡ് ടു obtain GST registration under GST if he is exclusively supplying goods or service. The total tax on such goods or service is required to be paid the recipient under reverse charge mechanism. അവർ സപ്ലൈ ചെയ്യുന്ന ആ സർവീസ് എക്സ്ക്ലൂസീവ്ലി റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരമാണ് അടയ്ക്കുന്നതെങ്കിൽ അവർക്ക് GTAക്ക് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് 5/2017 നോട്ടിഫിക്കേഷൻ നമ്പർ പ്രകാരം പറയുന്നുണ്ട്. പ്ലേസ് ഓഫ് സപ്ലൈ. ഒരു GTAയിൽ പ്ലേസ് ഓഫ് സപ്ലൈ എപ്പോഴാണ് വരുന്നത്? ഇഫ് ദ ഗുഡ്സ് ആർ സപ്ലൈഡ് ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് എങ്കിൽ ദ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ദ ലൊക്കേഷൻ ഓഫ് സച്ച് പേഴ്സൺ. ഇൻ കേസ് ഓഫ് അൺരജിസ്റ്റേർഡ് സപ്ലയർ ആണെങ്കിൽ ലൊക്കേഷൻ അറ്റ് വിച്ച് ഗുഡ്സ് ആർ ഹാൻഡഡ് ഓവർ ദ ട്രാൻസ്പോർട്ടേഷൻ, എവിടെ വെച്ചാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്, അതാണ് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ. അതൊരു ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ഡെസ്റ്റിനേഷൻ ഓഫ് സച്ച് ഗുഡ്സ്. ആ ഗുഡ്സിൻ്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ അതാണ് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ. അടുത്തായിട്ട് ടൈം ഓഫ് സപ്ലൈ. ഡേറ്റ് ഓഫ് ഇഷ്യൂ ആൻഡ് ഇൻവോയ്സ്, ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദി പേയ്മെൻറ്റ്സ് വിച്ച് എവർ ഈസ് ഏർലിയർ ഈസ് ഹാപ്പൻ. ഒന്നില്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ പേയ്മെൻറ്റ് കിട്ടുക. ഇത് ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതാണ് അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ. അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ് ബൈ GTA. ഒരു GTA ട്രാൻസ്പോർട്ടർ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 35(2) ഓഫ് ദി CGST Act 2017, എവറി ട്രാൻസ്പോർട്ടർ ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ്. എല്ലാ ട്രാൻസ്പോർട്ടറും ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. കൺസൈനിങ് ആൻഡ് അതർ റെലവൻറ്റ് ഡീറ്റെയിൽസ് ഓഫ് ദി ഗുഡ്സ് ഇൻ എ പ്രിസ്ക്രൈബ്ഡ് മാനർ. ദിസ് ഈസ് ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എവർ ദ ട്രാൻസ്പോർട്ടർ ഇസ് രജിസ്റ്റേർഡ് ഓർ അൺരജിസ്റ്റേർഡ്. ഒരു ട്രാൻസ്പോർട്ടർ രജിസ്റ്റേർഡ് ആണോ അൺരജിസ്റ്റേർഡ് ആണോ എന്നത് പ്രസക്തമല്ല. അവർ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിർബന്ധിതമാണ്. ആപ്ലിക്കബിലിറ്റി ഇൻ GST സൈറ്റ്സ്. GST സൈറ്റിൽ എങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി വരുന്നത് നമുക്ക് നോക്കാം. 3Bയിൽ നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം ഒരു ഫ്രൈറ്റാണ് വരുന്നതെങ്കിൽ 3Bയിൽ നമ്മൾ ഇവിടെ 3.1 Dയിൽ ഇൻവേർഡ് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ്, ഇവിടെയാണ് ആ ഫ്രൈറ്റിൻ്റെ ടാക്സിബിൾ വാല്യൂ കൊടുക്കുന്നു. IGST IGST, CGST SGST ഈ എമൗണ്ട് കൊടുക്കുന്നു. ഇതാണ് 3Bയിൽ നമ്മൾ ഫ്രൈറ്റിൻ്റെ ഔട്ട്വേഡ് ഇതിൽ നമ്മൾ അടയ്ക്കുന്നത്, റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം അടയ്ക്കുന്നത്. നോർമൽ 12% ഔട്ട്വേഡ് ആണെങ്കിൽ നോർമൽ ഔട്ട്വേഡ് സപ്ലൈസ്
അതർ ദാൻ സീറോ റേറ്റഡ് ഇതിലാണ് നമ്മൾ കൊടുക്കുക. നോർമൽ 12% ഒരു GTA ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നോർമൽ ഔട്ട്വേർഡ് സപ്ലൈ ആണ്. അതല്ല റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം റെസിപ്പിയൻ്റ് ആണ് ടാക്സ് അടയ്ക്കുന്നതെങ്കിൽ റെസിപ്പിയൻറ്റിൻ്റെ 3Bയിൽ നമ്മൾ ഇൻവേർഡ് സപ്ലൈസ് ലയബിലിറ്റി റിവേഴ്സ് ചാർജിലാണ് അടയ്ക്കേണ്ടത്. അങ്ങനെ റെസിപ്പിയൻ്റ് അടയ്ക്കുന്ന ആ റിവേഴ്സ് ചാർജ് അദ്ദേഹത്തിന് ആ മാസം തന്നെയോ അല്ലെങ്കിൽ അത് പിന്നീട് വരുന്ന മാസങ്ങളിലോ ഈ എലിജിബിൾ ITCയിൽ ഇൻവേർഡ് സപ്ലൈസ് ലയബിലിറ്റി റിവേഴ്സ് ചാർജ് എന്നുള്ളതിൽ IGST അടച്ചതാണെങ്കിൽ അതും CGST SGST അദ്ദേഹത്തിന് തിരിച്ച് ക്ലെയിം ചെയ്യാവുന്നതാണ്. GST 1 ഒരു GTA റിവേഴ്സ് ചാർജ് പ്രകാരമാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് സപ്ലൈ അട്രാക്ട് റിവേഴ്സ് ചാർജ് GST 1 B2B ഇൻവോയ്സുകളിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ സപ്ലൈ അട്രാക്ട് റിവേഴ്സ് ചാർജിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. കൺക്ലൂഷൻ ദ എബോവ് ഡിസ്കഷൻ. നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ ക്ലാസ്സിൻ്റെ ഒരു ചുരുക്കമെന്ന് പറയുന്നത് that not all transport of goods by road is by a GTA. ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് എല്ലാം തന്നെ GTAയുടെ ഡെഫിനിഷനിൽ വരുന്നില്ല. ടു ക്വാളിഫൈ ടു സർവീസ് ഓഫ് GTA, the GTA should be necessarily issuing a consignment note. ഒരു GTAയുടെ ഡെഫിനിഷനിലേക്ക് വരണമെങ്കിൽ അവരൊരു കൺസൈൻമെൻറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യണം. ദെൻ ഓൺലി ദ സർവീസ് പ്രൊവൈഡ് GTA ആർ ടാക്സബിൾ അണ്ടർ GST. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് GTAയുടെ ഡെഫിനേഷനിൽ വരുന്നുള്ളൂ, GSTയുടെ അണ്ടറിൽ GTA ഡെഫിനേഷനിൽ വരുന്നുള്ളൂ. സർവീസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ബൈ എ പേഴ്സൺ അതർ ദാൻ GTA ആർ എക്സംപ്റ്റ് ഫ്രം GST. അല്ലാതെ വരുന്ന എല്ലാ ട്രാൻസ്പോർട്ടേഷനും GSTയിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് GTA കുറിച്ചുള്ള ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. GSTയിലെ പുതിയ സബ്ജക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.